ഒരാളുടെ മരണത്തെ പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാര്യം ലോകത്തിലേക്ക് തന്നെ വെച്ച് ഏറ്റവും വലിയൊരു തെറ്റ് കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്. പക്ഷേ നമ്മൾ ഈ മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ അടുത്ത് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ്, മര്യാദ എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്മി നക്ഷത്ര ആ ചേച്ചീനെ പറ്റിയിട്ടാണ്. നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ലക്ഷ്മി ചേച്ചി അന്ന് 2 വ്ലോഗ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകൾക്ക് മുന്നേ. അന്ന് ഈ ഒരു കോണ്ടൻറ്റ് വന്ന സമയത്തേക്ക് ഞാൻ ഈ ഒരു കണ്ടൻറ്റിനെ ആണെങ്കിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിമർശിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് കുറേ BGM കുത്തിക്കയറ്റുകയും പിന്നീട് കുറേ സ്ലോ മോഷൻ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറേ സംഭവങ്ങൾ ചെയ്യുകയും പിന്നീട് ഇതൊരു ട്രെൻഡിങ് നമ്പർ 1ലേക്ക് കയറിയപ്പോഴത്തേക്കിന് പുള്ളിക്കാരി ട്രെൻഡിങ് നമ്പർ 1ലേക്ക് ഇത് കയറി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ഷെയർ ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കിന് ഇത് ആ ഒരു മരണത്തെ വെച്ചുകൊണ്ട് ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ എന്നുള്ളൊരു ആ ഒരു ഇൻറ്റൻഷൻ അങ്ങനെ രീതിയിൽ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ആ ഒരു കണ്ടൻറ്റ് ഭയങ്കര അരോചകമായിട്ട് തോന്നി. അതുകൊണ്ടാണ് അന്ന് ഞാൻ വിമർശിച്ചിട്ടുള്ളത്. അപ്പം ഇതേ ലക്ഷ്മി ചേച്ചി ആണെങ്കിൽ റീസെൻ്റ്ലി സുധിച്ചേട്ടൻ്റെ മണം ഞാൻ പെർഫ്യൂം ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അന്നും അതിനകത്തും ഈ പറയുന്ന പോലെ ഈ BGMൻ്റെ എക്സ്ട്രാ ആയിട്ട് ഈ എക്സാജുറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ സാധനങ്ങളും പിന്നെ ഈ പറയുന്ന സ്ലോ മോഷൻ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളുടെ മരണത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കിന് അത് എല്ലാവർക്കും അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും എല്ലാവരും വിചാരിക്കരുത്. കാര്യം നമ്മൾ നോർമലി ഒരു കോണ്ടൻറ്റ് എടുത്തിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്ട്രാ BGMഉം ഈ സ്ലോ മോഷനും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നത് അത് നല്ലതാണ്. പക്ഷേ ഒരു മരണത്തെ പിടിച്ചിട്ട് ഒരാളുടെ വേർപാടിനെ പിടിച്ചിട്ട് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് പിന്നെ അതിനകത്ത് BGMഉം കുത്തിക്കയറ്റി ചെയ്യുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ അതൊരു ഡ്രാമ തന്നെയാണ്. ആ ഒരു ഡ്രാമയ്ക്കകത്ത് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ സാധനങ്ങൾ പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണുമ്പോൾ അതും ഭയങ്കര അരോചകമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതുവരെ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കിനും ഇവിടെയുള്ള പല ആളുകളുമാണെങ്കിൽ ഇതിനെ വിമർശിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമർശിച്ചും സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയാണെങ്കിൽ എനിക്ക് പറയാനും മാത്രമുള്ളൊരു അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രാധാന്യം എവിടെയും ഞാൻ കണ്ടില്ല. കാര്യം എൻ്റെ വ്യൂവും പല ആളുകളും സംസാരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ പ്രത്യേകം ഞാൻ ഈ പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊന്നും പിന്നീട് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് വീണ്ടും ഇതിനകത്ത് ഞാൻ സംസാരിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മല്ലു ട്രോളൻ 2.0 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഒരു ട്രോള് സുധിച്ചേട്ടനെ ഈ ലക്ഷ്മി ചേച്ചിനെ കുറിച്ചിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ട്രോള് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്റെ താമരാക്ഷം പിള്ള ചേട്ടാ, കോച്ചിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ്. എന്നോടൊന്നും തോന്നരുത്. ഈ ഒരു ഡ്രസ്സ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രേണു ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ? രേണുവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുധിച്ചേട്ടന്റെ സ്മെല്ല് എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഓൾ മൈ ഫേറ്റ്. സുധിച്ചേട്ടന്റെ ഈ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുത്ത് സുധിച്ചേട്ടന്റെ സ്മെല്ലായിട്ട് പെർഫ്യൂമായിട്ട് നമ്മൾ ഇന്ന് തിരിച്ചിങ്ങോട്ട് വരും. സ്നേഹം കണ്ടു. എനിക്കറിയില്ല കേട്ടോ എന്താണെന്നുള്ളത്. എന്തായാലും കുറെ അധികം സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഈ വീഡിയോന് പൊങ്കാലിടാൻ വരുന്നവര് പൊങ്കാലിട്ടോളൂ, നോ പ്രോബ്ലം. അപ്പൊ അയാൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. ഈ വരവിൽ ഞാൻ മാത്രല്ല, നമ്മുടെ സുധിച്ചേട്ടനും കൂടെ ഉണ്ട്. സന്തോഷായി, നല്ല സന്തോഷമായി. ഇത് നമ്മളൊക്കെ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ആലോചിച്ചപ്പോ ഒരു ചെറിയ സങ്കടം വരുന്നുണ്ട്. പക്ഷെ ഇനി കണ്ണൊന്ന് ചോദിച്ചേ. വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്തിനത് വീഡിയോ ചെയ്യണോ, രഹസ്യമായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തൂടെ എന്ന് രേണുവിന്റെ കയ്യിൽ കൊടുത്തൂടെ എന്ന് വിചാരിക്കുന്നവർക്കും ഇങ്ങനെ പലരും ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ്. ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഇപ്പോ ഈ ഒരു പെർഫ്യൂം ഇവിടെ ശരിക്കും അടിച്ചപ്പോ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറയാ, ക്യാമറയുടെ മുന്നിൽ നുണ പറയില്ല. സുധിച്ചേട്ടനായിട്ട് ബാക്കി ഞാൻ ഇനി നാട്ടിൽ പോവാണ്. ഒന്നും പറയാനില്ല. എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം.
എന്താ ഞാൻ പറയും മോളോട്? ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ട്രോളിനെ പറ്റി പറയുന്നതിന് മുന്നേ ലക്ഷ്മി ചേച്ചി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്കിത് രഹസ്യമായിട്ട് ചെയ്താൽ പോരെ, എന്തിന് ഇതുപോലെ വീഡിയോയിലൂടെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ആളുകൾക്ക് സംശയമുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ആഗ്രഹിക്കുന്ന, ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവർക്കൊരു ഇൻഫർമേഷനായിട്ട് എത്തിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എന്ന് ചേച്ചി പറയുന്നുണ്ട്. ചേച്ചി അങ്ങനെ ആയിരുന്നു ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും എക്സാജുറേറ്റ് ചെയ്ത് ഈ BGM ഈ പറയുന്ന സ്ലോ മോഷനും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇത്രയും കുത്തി കയറ്റുമ്പോഴത്തേക്കിന് കാണുന്ന എനിക്ക് ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചേച്ചി പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ രണ്ട് ദിക്കിൽ നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചേച്ചിയുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ പ്രവൃത്തിയും അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇനി ഒരു ട്രോളോട്ട് വരുമ്പോഴത്തേക്ക് ഈ മല്ലു ട്രോളൻ 2.0 എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആര് തന്നെയാണെങ്കിലും മച്ചാനെ വളരെ മോശമായിട്ട് പോയി ഈ ഒരു ട്രോള്. കാര്യം ഒരു മരിച്ചൊരു വ്യക്തിയോട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഇത്രത്തോളം ഡിസ്റെസ്പെക്ട് ചെയ്തൊരു ട്രോള് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതുപോലെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു ട്രോള് വരുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷേ മരണശേഷം ഇത് വരുമ്പോഴത്തേക്കിന് ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ട്രോളിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ, അതും അല്ലെങ്കിൽ ജസ്റ്റ് വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടുന്ന ട്രോള് കാണാൻ പറ്റുന്ന ചില ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ചില സിനിമയിലെ ക്ലിപ്സ് ഉണ്ട് അല്ലേ, അതുപോലെ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ എഴുതി കാണിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ക്ലിപ്സ് ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങോട്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാര്യം ഒരാൾ മരിച്ചു പോയിട്ടുള്ളൊരു വ്യക്തിയെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ, ഈ ഒരു ട്രോളിനകത്തൂടെ വളരെ കോമാളിയായിട്ട് ചിത്രീകരിച്ച് വെച്ചേക്കാണ്. ഓക്കെ, വളരെ കോമാളിയായിട്ട്. ആൻഡ് ഇതിന് ഇങ്ങനൊരു കോമാളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാളെ ഇട്ട് കൊടുത്തൊരു വ്യക്തി, അതിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ലക്ഷ്മി ചേച്ചിയാണ്. ചേച്ചി ഇത്രത്തോളം എക്സാജുറേറ്റ് ചെയ്ത് BGM കുത്തിക്കയറ്റുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചേച്ചി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സുധിച്ചേട്ടനെ ഈ രീതിയിൽ ഒരാൾ ചിത്രീകരിക്കില്ല. ഇപ്പം രണ്ടുപേരുടെ ഭാഗത്ത്, ഇപ്പം മല്ലു ട്രോളിൻ്റെ ഭാഗത്താണെങ്കിൽ ഈ ചെയ്തിട്ടുള്ള കാര്യം ഒരു മരണത്തെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ, വലിയ ഇല്ലാത്ത രീതിയിൽ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാമായിരുന്നു. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയോ കാര്യങ്ങളൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ആ ഒരു സുധിച്ചേട്ടനോട് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അതിന് അങ്ങനെ ഒരു സുധിച്ചേട്ടനെ ഇട്ട് കൊടുത്തിട്ടുള്ളൊരു വ്യക്തി ലക്ഷ്മി ചേച്ചി. ഇനിയാണെങ്കിൽ ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ലക്ഷ്മി ചേച്ചി ഇനിയും ഈ സുധിച്ചേട്ടൻ റിലേറ്റഡ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് കുറേ BGM കുത്തിക്കയറ്റുക, സ്ലോ മോഷൻ എഡിറ്റ് കാര്യങ്ങൾ, ഈ പരിപാടി തന്നെ ചേച്ചി ചെയ്യും. പക്ഷേ ചേച്ചി അതൊക്കെ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ച് എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു ഡോസ് കുറച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് സുധിച്ചേട്ടനെ ഇതുപോലെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന, കോമാളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന പരിപാടിയെങ്കിലും ഒന്ന് കുറയ്ക്കാം. കാര്യം ചേച്ചി പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ രണ്ട് ദിക്കിലാണ് നിൽക്കുന്നത്. ആൻഡ് മല്ലു ട്രോളിൻ്റെ അടുത്ത് മച്ചാനെ, നമ്മൾ മരിച്ചു പോയ ഒരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അയാളിപ്പം സുധിച്ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ ഒരു തീവ്രവാദിയോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നല്ലോ. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാൾ തന്നെയാണ് സുധിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു റെസ്പെക്റ്റ് ഇപ്പോൾ സുധിച്ചേട്ടനല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത നല്ല മനുഷ്യർ അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ആൻഡ് ലക്ഷ്മി ചേച്ചി ദയവ് ചെയ്ത് ഇനിയും സുധിച്ചേട്ടനെ ഇതുപോലെ കോമാളിയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്കിടയിലോട്ട് ഇട്ട് കൊടുക്കരുത്.